കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ൽ നിന്നും വിടുന്നു. LDF-ഉമായോ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നയിക്കുന്ന മുന്നണിയുമായോ ഇനി ഒത്തുപോകാൻ കഴിയില്ല എന്നത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കത്ത് നൽകിക്കൊണ്ടാണിപ്പോൾ അടിയന്തരമായി നിയമസഭ സമ്മേളിക്കണം എന്ന് പറയുന്നത്. അതും മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയ സാഹചര്യത്തിൽ. ഇനിയും 10 ദിവസം കഴിഞ്ഞു മാത്രമേ കേരളത്തിലേക്ക് പിണറായി വിജയൻ മടങ്ങി വരൂ എന്നറിഞ്ഞിട്ടും അടിയന്തരമായി നിയമസഭ സമ്മേളിക്കണം എന്ന് പറയുമ്പോൾ തീർത്തും അത് പിണറായിയുമായി തെറ്റിപ്പിരിയുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടമടക്കം തകർന്നു വീണ് ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ അത് കോട്ടയത്തിന്റെ മണ്ണിൽ കാലൂന്നി നിൽക്കുന്ന തന്റെ പാർട്ടിയെയും ബാധിക്കുമെന്ന് ജോസ് കെ മാണിക്ക് ഉറപ്പായി. അതുമാത്രവുമല്ല, വന്യജീവികളും തെരുവ് നായ്ക്കളും ജനജീവിതത്തെ ദുസ്സഹമാക്കുകയും ചെയ്യുമ്പോൾ ഇനിയും നോക്കി നിന്നാൽ വോട്ട് ചോദിക്കാനെത്തുമ്പോൾ ജനം കല്ലെറിയുമെന്ന് ജോസ് കെ മാണി ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇല്ല എന്നറിഞ്ഞിട്ടും വന്യജീവികളെയും തെരുവ് നായ്ക്കളെയും ഇല്ലാതാക്കാനായി നിയമ ഭേദഗതി നടത്തുകയോ നിയമനിർമ്മാണം നടത്തുകയോ വേണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടിയന്തരമായി നിയമസഭ സമ്മേളിക്കണമെന്ന് ജോസ് കെ മാണി മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലൂടെ പറയുന്നത്. പക്ഷേ ഇവിടെ കൃത്യമായ പദ്ധതികളോടെ ചരടുവലി നടത്തുകയാണ് UDF. പ്രതിപക്ഷ നേതാവ് VD സതീഷനും UDF കൺവീനർ അടൂർ പ്രകാശും കൂടി അതിനുള്ള എല്ലാ ചരടുവലികളും നടത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ചാണ്ടിയുമ്മൻ എന്ന യുവ നേതാവിനെ കൂടി കളത്തിലിറക്കിക്കൊണ്ടാണ് ജോസ് കെ മാണിക്ക് മുന്നിൽ UDF വാതിൽ തുറന്നിട്ടിരിക്കുന്നത്. ഇതിനു മുൻപ് വിസ്മയകരമായ ഒരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചാണ്ടിയുമ്മന്റെ തോളിൽ തട്ടിക്കൊണ്ട് VD സതീശൻ പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ ജോസ് കെ മാണിക്ക് UDF-ലേക്ക് സ്വാഗതമെന്നും UDF കൺവീനർ സ്ഥാനത്ത് നിന്നുകൊണ്ട് അടൂർ പ്രകാശും പറഞ്ഞിരുന്നു. എങ്കിലും ഞങ്ങൾ LDF-ൽ ഹാപ്പിയാണ് എന്നായിരുന്നു ജോസ് കെ മാണി അന്ന് തുറന്നടിച്ചത്. പക്ഷേ ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി വാസവനും ഒക്കെ കൂടി ഈ ഭരണത്തെ ആകെ താറുമാറാക്കിയപ്പോൾ ഒരു പുനർചിന്തനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ജോസ് കെ മാണിയും കൂട്ടരും. അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ കൂടെയുള്ള പല നേതാക്കളും കോൺഗ്രസിലേക്ക് ചേക്കേറി തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ താൻ മാത്രം പിണറായിയോടൊപ്പം കൂടുന്നതിൽ അർഹതയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ജോസ് കെ മാണി പിണറായി അമേരിക്കയിൽ നിന്നും മടങ്ങി വരുന്നതിന് മുൻപേ രണ്ടാലൊന്ന് അതിലേക്കുള്ള ഒരു ചുവടുവെപ്പായിട്ടാണ് ഇപ്പോൾ വന്യജീവി തെരുവനായ ആക്രമണ ഭീഷണി ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി രംഗത്തെത്തുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്യുന്നത്. മനുഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ നിയമ ഭേദഗതിയും നിയമനിർമ്മാണവും നടത്തണമെന്നും ജോസ് കെ മാണി പറയുന്നത്. വന്യജീവി വിഷയത്തിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ടും മനുഷ്യജീവൻ സംരക്ഷിക്കണം എന്ന് പറയുന്നത് കോട്ടയത്തെ കെട്ടിടം തകർന്നു ബിന്ദു കൊല്ലപ്പെട്ടതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. LDF-നോടൊപ്പം നിന്നുകൊണ്ട് നേരിട്ട് ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നതിന് പകരം വളഞ്ഞു മൂക്കു ചുറ്റി എന്നു മാത്രം. പക്ഷേ ഇതൊക്കെ മുന്നിൽ വെക്കുന്നത് ഇനിയും ജോസ് കെ മാണി പിണറായിക്കൊപ്പം നിൽക്കില്ല എന്ന് തന്നെയാണ്.